നമ്മുടെ ബ്യൂട്ടി സെഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന നമ്മുടെ ലാക്മേ അക്കാഡമിയിലെ മോഹന മാം ആണ്. മാം നമസ്കാരം. നമസ്കാരം. അപ്പോൾ മാം നല്ല അടിപൊളി ഗൗണൊക്കെ ഇട്ട് നമ്മുടെ ബ്രൈഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ബ്രൈഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താണ് മാം ചെയ്യാൻ പോകുന്നത്? ഒരു സിമ്പിൾ പാർട്ടി ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ഹെയർ സ്റ്റൈൽ ആണ് പുള്ളിക്കാരി ചൂസ് ചെയ്തേക്കുന്നത്. സോ ഒരു സിമ്പിൾ പാർട്ടി ഹെയർ സ്റ്റൈൽ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി. മുടി ഇപ്പൊ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? മുടി ഇപ്പൊ ക്രിംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കുറച്ചൊരു വോള്യൂം തോന്നിക്കാനായിട്ട്. ഗൗൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഹെയർ സ്റ്റൈൽസ് പരീക്ഷിക്കാവുന്നതാണ് അല്ലേ? അതെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാരി പോലെ അല്ല അല്ലേ? അതെ. ഇപ്പൊ പാർട്ടീഷൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ടോങ്സ് കൊടുക്കുകയാണ്. ഇപ്പൊ ഒട്ടും സമയമില്ലാതെ ഉള്ള ബ്രൈഡ്സ് ആകെപ്പാട് അരമണിക്കൂറേ അവർക്ക് ഉണ്ടാകത്തുള്ളൂ. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ടുള്ളതാണ്. ടോങ്സ് അതിങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് ഫുൾ ചെയ്യുകയാണ്. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം വരെ ഇത് ഇരിക്കുമായിരിക്കും? നമ്മൾ ഇപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ടോങ്സ് ചെയ്യുമ്പോൾ അവർ എങ്ങനത്തെ AC ഹാളാണോ അങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഈ നോൺ AC ഒക്കെ ആണെങ്കിൽ ടോങ്സ് ഒന്നും നമുക്ക് അധികം സമയം നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും കുറച്ച് കോഴ്സ് ഹെയർ അല്ല, ഫൈൻ ഹെയർ ഒക്കെ ആണെങ്കിൽ ഒട്ടും നിൽക്കില്ല. സോ ഹെയർ സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്യുന്നതും ഒക്കേഷൻ അവർ എവിടെ വെച്ചിട്ടാണ് ലൊക്കേഷൻ നോക്കണം, അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നാച്ചുറൽ ആയിട്ടും ഈ കേൾസ് നമുക്ക് പറ്റില്ലേ? നാച്ചുറൽ ആയിട്ട് ഉദ്ദേശിച്ചത് കാണാൻ ഫുള്ളി കേൾസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ പെർമിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ. കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ദിസ് ഇസ് ടെമ്പററി. ഓക്കെ. ഇപ്പൊ ഇതൊരു ഹെയർ വാഷ് കഴിയുമ്പോഴത്തേക്ക് പോവായിരിക്കും. ഓക്കെ. ഹെയർ വാഷ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. നമ്മളുടെ വിയർപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിയർക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കേൾസിൻ്റെ ഇത് മാറും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂസും സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് ഹെയറിൻ്റെ ഇതും ചൂടും ഒക്കെ അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും.
നമ്മൾ ഇവിടെ കേൾസ് എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് ചെയ്തത്. അപ്പോൾ കേൾസിന്റെ മാത്രം ആവശ്യം വന്നിട്ടുള്ളൂ അല്ലേ? അതെ. പിന്നെ ഫ്രണ്ട് ജസ്റ്റ് ഒന്നെടുത്ത് മുടി ഫ്രണ്ടിലോട്ട് വീഴാതിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അല്ലേ? വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ആക്സസറീസ് വെക്കണമെങ്കിൽ വെക്കാം. ഓക്കെ. സിമ്പിൾ ഹെയർ ഡു ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു ലുക്ക് ചെയ്യുന്നതിന് മാമിന് നന്ദി. താങ്ക് യു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.